ലിസ്റ്റാണ്. ഈ 4 പേരുടെ ലിസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കുക. ഇപ്പം ആർട്ടിക്കിൾ 12 ആണ് നമ്മൾ പറഞ്ഞത്. ഇനി വരുന്ന ആർട്ടിക്കിൾ 13. ഇവിടെ വരുന്നത്, ഇവിടെ പറയുന്ന ഐഡിയ ഇതാണ്: ഓൾ ലോസ് ദാറ്റ് ആർ ഇൻകൺസിസ്റ്റന്റ് വിത്ത് ഓർ ഇൻ ഡെറഗേഷൻ ഓഫ് എനി ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഷാൾ ബി വോയിഡ്. അതായത് ഇവിടെ പറയുന്നത് ഓൾ ലോസ് ദാറ്റ് ആർ ഇൻകൺസിസ്റ്റന്റ് വിത്ത് ഓർ ഇൻ ഡെറഗേഷൻ ഓഫ് എനി ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഷാൾ ബി വോയിഡ്. 12 നമ്മൾ പറഞ്ഞത് ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റിൽ ഇതാണ്, ഇത്രയും ആൾക്കാരാണല്ലോ ഈ സ്റ്റേറ്റിലെ ഈ കമ്പോണൻസ് ആണ് എന്ത് ചെയ്യേണ്ടാത്തത്, എന്ത് ചെയ്യാൻ പാടില്ലാത്തത്, ഇവരെ അല്ലെങ്കിൽ ഇവരുടെ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യാൻ പാടില്ലാത്തത്. പക്ഷേ ഇവിടെ വരുമ്പോൾ നമ്മൾ അടുത്തൊരു കണ്ടന്റാണ് പറയുന്നത് വാട്ട് കമ്പോസസ് ഓഫ് ലോസ്, അല്ലെങ്കിൽ നിയമങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ നിയമങ്ങളാണ് നമുക്ക് വരുന്നത്. ഒന്നാമത്തത് ഓൾ ലോസ് ദാറ്റ് ആർ ഇവിടെ പറയുന്ന ഫസ്റ്റ് ഐഡിയ ഇത്രേ ഉള്ളൂ: ഓൾ ലോസ് ദാറ്റ് ആർ ഇൻകൺസിസ്റ്റന്റ് വിത്ത് ഓർ ഇൻ ഡെറഗേഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഷാൾ ബി ഡിക്ലെയർഡ് വോയിഡ്. അതായത് ഏതെങ്കിലും ഒരു ലോ, ഇതിന്റെ മീനിങ് പറഞ്ഞിട്ട് നമ്മുടെ കണ്ടന്റിലോട്ട് വരാം. ലോ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഡിക്ലെയർഡ് വോയിഡ്. ഇത് ശരിയല്ല എന്ന് ആര് പറയും? ഈ പറയുന്ന സിസ്റ്റം പറയും. ദാറ്റ് വിൽ ബി ഡിക്ലെയർഡ് വോയിഡ്, നൾ ആൻഡ് വോയിഡ്. ഇതെന്താണ്? ഈ ലോ എന്നാണ് ഡിക്ലെയർഡ് നൾ ആൻഡ് വോയിഡ്. ഇത് വോയിഡ് ആണ്, ഇത് അവൈലബിൾ അല്ല, ഇത് വർക്ക് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല ചിലപ്പോൾ, IT ആക്ട്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഉണ്ട്. ഈ ആക്ടിൻ്റെ അടിയിൽ ഒരു സെക്ഷൻ 66 എന്ന് പറയുന്നൊരു 66A എന്ന് പറയുന്നൊരു സെക്ഷൻ ഉണ്ടായിരുന്നു. ഈ സെക്ഷൻ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ചിനെ വയലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് സുപ്രീം കോർട്ട് ശ്രേയ സിംഗാൾ കേസ്, ഓർത്തിരിക്കുക, കേസ് നമ്മൾ പിന്നെ പഠിക്കും, ശ്രേയ സിംഗാൾ കേസ്. ഈ കേസിൽ സുപ്രീം കോർട്ട് എന്ത് പറഞ്ഞു? ഈ IT ആക്ടിന്റെ സെക്ഷൻ 66A എന്നല്ല, കൺസിസ്റ്റന്റ് അല്ല, ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പറയുന്ന റൈറ്റിനെ ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ റിപ്പീൽ ചെയ്ത് കളയുക. എന്ത് ചെയ്യാൻ പറ്റും? ഷാൾ ബി ഡിക്ലെയർഡ് വോയിഡ്. അതായത് ഏതെങ്കിലും ഒരു ലോ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ പ്രൊവിഷൻസുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ട്, അല്ലെ അതിനെ വയലേറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? സെക്ഷൻ 66A എന്ന് പറഞ്ഞ പോലുള്ള കണ്ടീഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സുപ്രീം കോർട്ടിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ കൺസേൺഡ് ആയിട്ടുള്ള ലോയെ വോയിഡ് ആണ് എന്ന് പ്രഖ്യാപിക്കാൻ പറ്റും. അതിനെ നള്ളിഫൈ ചെയ്യാൻ ആർക്ക് പറ്റും? അല്ലെങ്കിൽ റിപ്പീൽ ചെയ്ത് കളയാൻ, അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്ത് കളയാൻ ആർക്ക് പറ്റും? സുപ്രീം കോർട്ടിന് പറ്റും. അപ്പോൾ ഇതിനകത്ത് ഓർത്തിരിക്കുക, ഇതാണ് ആർട്ടിക്കിൾ 13 പറയുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഡോക്ട്രൈൻ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഡോക്ട്രൈൻ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ. ദാറ്റ് ഈസ് ആർട്ടിക്കിൾ 32ന്റെ അടിയിൽ സുപ്രീം കോർട്ടിന്റെയും ആർട്ടിക്കിൾ 226ന്റെ അടിയിൽ ഹൈക്കോർട്ടിനും ഈ പവർ കൊടുത്തിട്ടുണ്ട്. അതായത് ഡോക്ട്രൈൻ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് വേറൊന്നുമല്ല. ജുഡീഷ്യൽ റിവ്യൂ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർട്ടിന് തോന്നുവാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെയോ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസിനെയോ ഒരു ഐഡിയ വയലേറ്റ് ചെയ്യുന്നു എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ കോർട്ടിന് എന്ത് ചെയ്യാൻ പറ്റും? ഇത് വോയിഡ് ആയിട്ട് പ്രഖ്യാപിക്കാൻ പറ്റും. ഇവിടെ മാത്രമല്ല, ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലായിടത്തും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നമുക്ക് ജനറൽ ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ പവർ ആർക്കാണ്? ഇത് ഡിക്ലെയർ വോയിഡ് ആണ് എന്ന് ഡിക്ലെയർ ചെയ്യാനുള്ള പവർ ആർക്കാണ്? 32ന്റെ അടി സുപ്രീം കോർട്ടിനും 226ന്റെ അടിയിൽ ഹൈക്കോർട്ടിനുമാണ്. ഈ ആർട്ടിക്കിൾസ് പഠിച്ചു വെച്ചേക്കുക. ആർട്ടിക്കിൾ 13 ലോയിനെ ഡിഫൈൻ, ലോ ഇൻകൺസിസ്റ്റന്റ് വിത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് പറയുന്നത്. ആർട്ടിക്കിൾ 32 സുപ്രീം കോർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. ആൻഡ് ആർട്ടിക്കിൾ 226 ഹൈക്കോർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഓർത്ത് വെച്ചേക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ ആയോ? നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക, നമുക്കതിനകത്ത് വർക്ക് ചെയ്യാം. അടുത്തത് ആർട്ടിക്കിൾ 13. നമ്മൾ ഇനിയും നോക്കിയേ, നമ്മൾ ലോ എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്താണ് ലോ? എന്താണ് ലോ? അപ്പൊ ആർട്ടിക്കിൾ 13 പറയുന്നത് പെർമനന്റ് ലോസ്. സാധാരണ നമ്മൾ പറയാറുള്ള, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ലെജിസ്ലേച്ചർ ഉണ്ടാക്കാറുള്ള, സ്റ്റേറ്റും സെൻട്രലും ഒക്കെ ഉണ്ടാക്കുന്ന ലോ പെർമനന്റ് ലോസ്, എപ്പോഴും നിലനിൽക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ IPC ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ അതിനെ BNS ആക്കി. ഇതെല്ലാം എന്താണ്? പെർമനന്റ് ലോസ് ആണ്, നിലനിൽക്കും, കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇനി ടെമ്പററി ലോസ്, ഇപ്പം കോവിഡിന്റെ സമയത്ത് നമുക്കൊരു സെറ്റ് ഓഫ് ടെമ്പററി ലോസ് ഉണ്ടായിരുന്നു. 6 മാസത്തേക്ക് അല്ലെങ്കിൽ 1 വർഷത്തേക്കൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടെമ്പററി ലോസ് ഉണ്ടായിരുന്നു. അത് ലോയാണ്. സ്റ്റാറ്റ്യൂട്ടറി ഇൻസ്ട്രുമെന്റ്സ് ഇൻ ദി നേച്ചർ ഓഫ് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ സെപ്പറേറ്റ് പഠിക്കാം. ഓർഡർ, ബൈലോ, റൂൾ, റെഗുലേഷൻ, നോട്ടിഫിക്കേഷൻ, ഇതെല്ലാം എന്താണ്? ലോ ആണ്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരെണ്ണമാണ് കസ്റ്റംസ് ദാറ്റ് ആർ ഹാവിങ് ഫോഴ്സ് ഓഫ് ലോ. കസ്റ്റംസ് ഹാവിങ് ഫോഴ്സ് ഓഫ് ലോ. ഇതും എന്താണ്? ഒരു ലോ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. കസ്റ്റംസ് ഹാവിങ് ഫോഴ്സ് ഓഫ് ലോ. കസ്റ്റംസ് ഹാവിങ്
ഫോഴ്സ് ഓഫ് ലോ. ഇതിനൊരു എക്സാമ്പിൾ ആണ് ശബരിമല. ശബരിമലയിൽ വിമൻ എവിടെ കയറാൻ പാടില്ല, ശബരിമലയിലെ കസ്റ്റം പറയുന്നത് വിമൻ എന്ത് ചെയ്യരുത്, മലയിൽ കയറാൻ പാടില്ല അല്ലെങ്കിൽ സന്നിധാനത്ത് എത്താൻ പാടില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇവിടെ എന്തില്ല, ഒരു ലോ ഇല്ല. ലോയിലാണോ പറഞ്ഞേക്കുന്നത്? ഏതെങ്കിലും ലോ, നോൺ എൻട്രി ഓഫ് വിമൻ ഇൻ ശബരിമല എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ടോ? ഇല്ല. ഇതെന്താണ്? ഇതൊരു കസ്റ്റമാണ്, ഇതൊരു റിച്വൽ ആണ്, ഇതൊരു പ്രാക്ടീസ് ആണ്, കസ്റ്റമാണ്, കസ്റ്റമറി ആയിട്ട് വന്നതാണ്. പക്ഷെ ആ കസ്റ്റം വളർന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഫോഴ്സ് ഓഫ് ലോ, ഒരു നിയമം ഒബേ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഒബേ ചെയ്തു തുടങ്ങി. അതായത് അവിടെ വിമന് തീരെ കയറാൻ പാടില്ല എന്നുള്ള ഐഡിയ നമ്മൾ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. വിച്ച് മീൻസ് ദാറ്റ് ദിസ് ഈസ് എ കസ്റ്റം ഹാവിങ് ഫോഴ്സ് ഓഫ് ലോ. പക്ഷെ നോക്കിയേ, ഇതെന്തിനെ വയലേറ്റ് ചെയ്യുന്നുണ്ട്? ആർട്ടിക്കിൾ 14 വയലേറ്റ് ചെയ്യുന്നുണ്ട്. വിമന്റെ റൈറ്റ് ടു എൻറ്റർ ഇൻ ടു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് മെന്നിന് പറ്റും, വിമന് പറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. ഇവിടെ എന്ത് സംഭവിച്ചു? ഇക്വാലിറ്റീനെ വയലേറ്റ് ചെയ്തു. അതുകൊണ്ടാണ് സുപ്രീം കോർട്ട് എന്ത് ചെയ്തത്, ഇതിനെ റിപ്പീൽ ചെയ്തത്. ശബരിമല വെർഡിക്റ്റിൽ ഇതിനെ റിപ്പീൽ ചെയ്തത്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കെ, ലോ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ പെർമനന്റ് ലോസ്, ടെമ്പററി ലോസ്, സ്റ്റാറ്റ്യൂട്ടറി ഇൻസ്ട്രുമെന്റ്സ്, അതുപോലെ തന്നെ കസ്റ്റംസ് ഹാവിങ് ഫോഴ്സ് ഓഫ് ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ലോ എന്ന് പറയുന്നത്. അതിന്റെ കൂട്ടത്തിൽ ആർട്ടിക്കിൾ 13 പറയുന്ന വേറൊരു കാര്യമാണ്. അപ്പൊ ഇത് മനസ്സിലായല്ലോ, ഇതിനകത്ത് ഉണ്ട് എന്നുള്ള കസ്റ്റംസ് ഹാവിങ് ഫോഴ്സ് ഓഫ് ലോ. നമുക്ക് ഈ ശബരിമല വെർഡിക്റ്റൊക്കെ നമുക്ക് സെപ്പറേറ്റ് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആർട്ടിക്കിൾ 13 നോക്കിയാൽ ഇവിടെ പറയുന്നത് ഡിക്ലെയർസ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ഈസ് നോട്ട് എ ലോ ആൻഡ് ഹെൻസ് കനോട്ട് ബി ചാലഞ്ച്ഡ് അണ്ടർ ആർട്ടിക്കിൾ 13. അതായത് ഇവിടെ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് എന്തല്ല, ലോ അല്ല എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾ 13 പറഞ്ഞിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് എന്നല്ല, ലോ അല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ലോ അല്ല എന്നാണ് പറഞ്ഞേക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റ്. എന്താ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റ്? കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രൊവിഷൻസിനെ ചേഞ്ച് ചെയ്യാനുള്ള ആക്ടുകളെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റ് ആക്ടുകൾ എന്ന് വിളിക്കുക. നമ്മൾ സെപ്പറേറ്റ് പഠിക്കാം. അപ്പൊ ഇത് ലോ അല്ലെന്നാണ് ആര് പറഞ്ഞേക്കുന്നത്? ആർട്ടിക്കിൾ 13 പറഞ്ഞേക്കുന്നത്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ലോ ആയിട്ട് കാണാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം, ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റ് വെച്ചിട്ട് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് എടുത്തു കളഞ്ഞാലോ? അതുകൊണ്ട് സുപ്രീം കോർട്ട് എന്ത് ചെയ്തു, കേശവാനന്ദ ഭാരതി കേസ്, അതായത് നമ്മുടെ കേശവാനന്ദ ഭാരതി കേസിൽ ഒരു വെർഡിക്റ്റ് കൊണ്ടുവന്നു. ദാറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ക്യാൻ ബി ചാലഞ്ച്ഡ് ഇഫ് ഇറ്റ് അഫക്ട്സ് ബേസിക് സ്ട്രക്ചർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ കേസിനാണ് എന്ത് ക്രിയേറ്റ് ആവുന്നത്? ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ ക്രിയേറ്റ് ആവുന്നത്. ഈ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈനിലാണ് സുപ്രീം കോർട്ട് എന്ത് പറയുന്നത്, അല്ലെങ്കിൽ ഈ കേശവാനന്ദ ഭാരതി കേസിലാണ് സുപ്രീം കോർട്ട് എന്ത് പറയുന്നത്? ഇഫ് ഇറ്റ് വയലേറ്റ് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ, ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? ഇറ്റ് ക്യാൻ ബി ചലഞ്ച്ഡ്. അതായത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റ് പോലും ചലഞ്ച് ചെയ്യപ്പെടാം എന്ന് എവിടെ പറഞ്ഞിട്ടുണ്ട്? കേശവാനന്ദ ഭാരതി കേസ്. ഈ കേസ് ഓർത്തിരിക്കാം, മോസ്റ്റ് ഇമ്പോർട്ടന്റ് കേസ് ഫോർ ഇന്ത്യൻ പോളിറ്റി. ദാറ്റ് ഈസ് കേശവാനന്ദ ഭാരതി കേസ്. ഇവിടാണ് എന്ത് കൊണ്ടുവരുന്നത്? ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ. ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ഇതിന്റെ അടിയിൽ പറഞ്ഞിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് ഈ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈനെ വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയും എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻ ചെയ്യാൻ ആർക്ക് പറ്റും? സുപ്രീം കോർട്ടിന് പറ്റും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. ഇപ്പം ആർട്ടിക്കിൾ 13 നമ്മൾ പറഞ്ഞിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റിനെ അവിടെ കൂട്ടാൻ പറ്റില്ല, ലോ ആയിട്ട് കൂട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് കേശവാനന്ദ ഭാരതി കേസിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇറ്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് എ considered as a law if it violates basic structures. ബേസിക് സ്ട്രക്ചറിനെ വയലേറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ പറഞ്ഞ ആർട്ടിക്കിൾസിനെ ഒന്ന് നമ്മൾ റീകളക്ട് ചെയ്ത്, ഇപ്പോൾ 12ഉം 13ഉമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ 12ഉം 13ലും ഒരിടത്ത് സ്റ്റേറ്റ് പറഞ്ഞു, ഒരിടത്ത് ലോ പറഞ്ഞു. ഇനിയിപ്പോൾ ഒരു കേസും ഉണ്ട്, ഈ കേസും കൂടെ ഓർത്തിരിക്കാം. പേഴ്സണൽ ലോസ്. ഈ പേഴ്സണൽ ലോസ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ഇന്ത്യ ഒരു ഡൈവേഴ്സ് കൺട്രിയാണ്, അല്ലെങ്കിൽ ഒരു മൾട്ടി കൾച്ചറൽ കൺട്രിയാണ്. ഇന്ത്യക്ക് പേഴ്സണൽ ലോസ് ഉണ്ട്. പേഴ്സണൽ ലോസ് എന്ന് പറയുന്നത് എൻ്റെ വിവാഹം, എൻ്റെ ജനനം അല്ലെങ്കിൽ എൻ്റെ മരണം, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ലോസിനെയാണ് നമ്മൾ എന്താ പറയുക? പേഴ്സണൽ ലോസ്. എസ്പെഷ്യലി ഇപ്പോൾ ഞാൻ മരിക്കുമ്പോൾ എൻ്റെ സ്വത്ത് എങ്ങനെ പോകും, ഇതെല്ലാം പേഴ്സണൽ ലോസിൻ്റെ അടിയിൽ വരും. അല്ലെങ്കിൽ സിവിൽ കേസുകളൊക്കെ ജനറലി പേഴ്സണൽ ലോസിൻ്റെ അടിയില്ല. അപ്പോൾ ഇന്ത്യയുടെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്, നമ്മളൊരു മൾട്ടി ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു കൺട്രി ആയതുകൊണ്ട് ഓരോ റിലീജിയനും പല സമയത്തും എന്ത് ചെയ്യുന്നുണ്ട്? സെപ്പറേറ്റ് ആയിട്ടുള്ള സെറ്റ് ഓഫ് ലോസ്, പേഴ്സണൽ ലോസും അങ്ങനെയുള്ള ലോസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നത്, ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഫണ്ടമെന്റൽ റൈറ്റിന്റെ അടിയിൽ ഇത് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ പേഴ്സണൽ ലോസ് നോക്കിയാൽ ഇപ്പോൾ ട്രിപ്പിൾ തലാഖ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഡിവിജ്വൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ശബരിമല കസ്റ്റം, ഇത് ഒരു പേഴ്സണൽ ലോ ആയിരുന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യുന്നുണ്ട്? വയലേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് റിലീജിയൻ പല സമയത്തും നമ്മുടെ റൈറ്റിനെ വയലേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു കേസ് വന്നത്, സ്റ്റേറ്റ് ഓഫ് ബോംബെ വേഴ്സസ് നരസു അപ്പമാലി കേസ്. ഈ കേസ് ഓർത്തിരിക്കുക, നരസു അപ്പമാലി കേസ്. ഇതിനകത്ത് 1952 held that
personal laws derived from religious texts and customs are not laws in force. ഇതെന്തല്ല ലോ അല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. റിലീജിയസ് ടെക്സ്റ്റിൽ നിന്ന് വരുന്ന കസ്റ്റംസ് ഒന്നും എന്തല്ല ലോ അല്ലെന്ന് പറഞ്ഞു. ആൻഡ് ഇൻക്ലൂഡിംഗ് പേഴ്സണൽ ലോസ് അണ്ടർ ആർട്ടിക്കിൾ 13 വുഡ് ഇൻഫ്രിഞ്ച് ഓൺ ദി റിലീജിയസ് ഫ്രീഡം ആൻഡ് കൾച്ചറൽ പ്രാക്ടീസസ്. അത് കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ പേര് ഇതെല്ലാം പോകും എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ഈ നരസുവപ്പ മാലി കേസിൽ പറഞ്ഞിട്ടുള്ളത്. കേസ് ഓർത്തിരിക്കുക, നരസുവപ്പ മാലി കേസ്. അപ്പോൾ ഈ കേസിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, അതായത് പേഴ്സണൽ ലോസിനെ കൊണ്ടുവരാൻ പാടില്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഇനീക്വാലിറ്റി. പക്ഷേ ഈ കേസിൽ ഇത് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും പല സമയത്തും ഈ പേഴ്സണൽ ലോസ് എന്ത് ചെയ്യാറുണ്ട്? ഡിസ്ക്രിമിനേറ്ററി ആയിട്ട് വർക്ക് ചെയ്യാറുണ്ട്, ഇനീക്വാലിറ്റി കൊണ്ടുവരാനുള്ള റീസൺ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ക്രിട്ടിക്സ് പറയുന്നത് പേഴ്സണൽ ലോസ് പർട്ടിക്കുലർലി ദോസ് പെർട്ടൈനിങ് ടു ഇൻഹെറിറ്റൻസ്, മാരേജ് ആൻഡ് അഡോപ്ഷൻ ക്യാൻ ബി ഡിസ്ക്രിമിനേറ്ററി. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ട്രിപ്പിൾ തലാഖ് ഡിസ്ക്രിമിനേറ്ററി ആണ്, അതുകൊണ്ടാണ് നമ്മൾ അതിനെ റിപ്പീൽ ചെയ്ത് കളയുന്നത്. ഇപ്പൊ ശബരിമലയുടെ കസ്റ്റം ഡിസ്ക്രിമിനേറ്ററി ആണ്, അതുകൊണ്ടാണ് നമ്മൾ അതിനെ റിപ്പീൽ ചെയ്ത് കളയുന്നത്. അപ്പോൾ ഇതിനെ റിപ്പീൽ ചെയ്ത് കളയണം എന്ന് പറയുന്ന തിങ്കേഴ്സ് ആണ് ഇപ്പോൾ കൂടുതലുള്ളത്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ, അപ്പോൾ ഈ പറയുന്ന ആൾക്കാർ പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഷുഡ് ബി ഗിവൺ സൂപ്രമസി. അതായത് കൂടുതൽ ഇമ്പോർട്ടൻസ് ആർക്കാ കൊടുക്കേണ്ടത്? ഫണ്ടമെന്റൽ റൈറ്റ്സിനാണ് കൊടുക്കുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് എന്ത് ചെയ്യേണ്ടത്? കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത്, പേഴ്സണൽ ലോസിനല്ല. എന്തിനാണ് കൊടുക്കേണ്ടത്? ഫണ്ടമെന്റൽ റൈറ്റ്സിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ് ആര് പറയുന്നത്? ഇതിന്റെ സപ്പോർട്ടേഴ്സ് പറയുന്നത്. അപ്പോൾ സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുണ്ട്, സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത് പേഴ്സണൽ ലോസ് ആർ ഔട്ട്സൈഡ് ദ സ്കോപ്പ് ഓഫ് ആർട്ടിക്കിൾ 13. അതായത് ഇപ്പോഴും അതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ ആയിട്ടില്ല. ഇനി എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ എന്ത് കൊണ്ടുവരണം? യൂണിഫോം സിവിൽ കോഡ് അണ്ടർ ആർട്ടിക്കിൾ 44. ഓർത്തിരുന്നാൽ മതി, നമ്മൾ ഡിസ്കസ് ചെയ്യാം. ആർട്ടിക്കിൾ 44ന്റെ അടിയിലുള്ള യൂണിഫോം സിവിൽ കോഡ് ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, എന്തെങ്കിലും സുപ്രീം കോർട്ടിന് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ആര് പറഞ്ഞേക്കുന്നത്? സുപ്രീം കോർട്ടും പറഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് എന്ത് ചെയ്തിട്ടില്ല, ഒരു ഫൈനൽ വെർഡിക്റ്റ് ഇതുവരെ ആയിട്ടില്ല. ഇപ്പോഴും നമ്മുടെ ന്യൂസസ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈ യൂണിഫോം സിവിൽ കോഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഐഡിയാസ് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഡിസ്കഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഓർത്തിരിക്കുക. ഇപ്പോഴും നമുക്ക് ഇതിനകത്ത് പേഴ്സണൽ ലോസിൽ ഒരു വെർഡിക്റ്റ് ഇല്ല. അപ്പോൾ ഇന്ന് നമ്മൾ സെഷനിൽ പഠിച്ചത് ഒന്ന് ദ ഫീച്ചേഴ്സ് ആയിരുന്നു, ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻ ഇന്ത്യ. രണ്ട്, ആർട്ടിക്കിൾ 12 ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ് ആൻഡ് ആർട്ടിക്കിൾ 13 ഡെഫിനിഷൻ ഓഫ് ലോസ്. ഞാൻ ഈ പറഞ്ഞ കേസുകളും ഐഡിയാസും കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം. ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അടുത്ത സെക്ഷനിലോട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ കീപ്പ് ഇൻ ടച്ച്. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. വി വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ബാക്ക് ടു യു. സോ താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്.